വിഷ്ണു പ്രസാദിന്റെ ഈ വീഡിയോ കാണാൻ എന്ത് രസമാണ്. ഒന്ന് കണ്ടു. ഇതെന്റെ 10 വർഷത്തെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഏതൊരു മുസ്ലിം വിഭാഗക്കാരുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓഫീസിലോട്ടോ വർക്കിന് പോയി കഴിഞ്ഞാൽ അവർ തരുന്നൊരു പരിഗണന ഉണ്ട്. കുടിക്കാൻ വെള്ളമായാലും ഭക്ഷണമായാലും അവരൊരു കരുതലുണ്ട്. അത് വേറെ എവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും കിട്ടാത്ത പല കാര്യങ്ങളും എനിക്ക് ഈ അന്യരായ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഗതിയില്ലാത്ത ഒരു വീട്ടിലൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുഴിമന്തി അടക്കം വാങ്ങിച്ചു തന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എനിക്ക് വളരെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. വല്ലാത്തൊരു സന്തോഷമല്ലേ. ഇപ്പോൾ വിഷ്ണു പ്രസാദ് പറഞ്ഞത് പ്രകാരം ഒരു മുസൽമാന്റെ വീട്ടിൽ ചെന്നാൽ തങ്ങളെ ആദരിക്കും, ബഹുമാനിക്കും, മന്തി വരെ മേടിച്ചു തരും എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ വിഷ്ണു പ്രസാദ് അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഷ്ണു ഇത് അവരുടെ ഔദാര്യമല്ല, മറിച്ച് അവർ ചെയ്യേണ്ട കടമയാണ്. ഒരു യഥാർത്ഥ മുസൽമാൻ അവൻ ഉത്തമനായ മുസൽമാനാകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആതിഥേയരായ മനുഷ്യരെ നിങ്ങൾ ആദരിച്ചു കൊള്ളണമെന്ന് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. അപ്പം വിഷ്ണുപ്രസാദ് അവിടെ ചെന്നതുകൊണ്ട് അവരുടെ ഔദാര്യ മനസ്ഥിതിയൊന്നുമല്ലത്, മറിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശവും അവൻ പാലിക്കേണ്ട മര്യാദയുമാണ്. എങ്കിലും അവനൊരു നല്ല മുസ്ലിമാകും. ഇനി വിഷ്ണുപ്രസാദ് അടക്കമുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് ചിലർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മുസൽമാനോട് വെറുപ്പും അറപ്പും ദേഷ്യം കൊണ്ടവൻ ഒറ്റ ചോദ്യമുള്ളൂ, എപ്പോഴെങ്കിലും ഒരു മുസൽമാനിൽ നിന്ന് നിങ്ങൾ മുസൽമാനല്ലാത്തതിൻ്റെ പേരിൽ ഒരു വിവേചനം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. എപ്പോഴെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു മുസൽമാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തിനെ മതക്കാനല്ലാത്തതിൻ്റെ പേരിൽ ഒരു വിവേചനം, ഒരു മാറ്റി നിർത്തൽ, ഒരാക്ഷേപം, എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ആ ചെയ്തവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാഴ്ചകൾ നിങ്ങളെ ഈ അവസരത്തിൽ കാണിക്കൽ അത്യാവശ്യമാണ്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. മലയാള ബ്രാഹ്മണനല്ലാത്തതിനാൽ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്. മേൽശാന്തി നിയമനത്തിൽ ജാതി പാടില്ലെന്ന സുപ്രീം കോടതി വിധിയും അട്ടിമറിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി കടുകുമണ്ണ ഊരിലെ ഹരിദാസ് ആണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ഭാര്യയെ ഫോണിൽ വിളിച്ച് സഹപ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയും. മദ്രാസ് IITയിൽ ജാതി വിവേചനത്തിനിരയായി മലയാളി അസിസ്റ്റന്റ് പ്രൊഫസർ, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ പുതിയടത്ത് വീട്ടിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് ജാതി ഭ്രഷ്ട് എന്ന് പരാതി. പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. വയനാട് മേപ്പാടിയിലെ ഹോട്ടലിൽ ജാതി വിവേചനമെന്ന ആക്ഷേപം. പട്ടികജാതിക്കാരനായ ഓട്ടോ ഡ്രൈവർ മേശയിൽ തൊടാതിരിക്കാൻ പത്രം വിരിച്ച് അതിനു മുകളിൽ ഭക്ഷണപാത്രം വെച്ച് ആഹാരം നൽകിയെന്നാണ് പരാതി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ മേപ്പാടി സ്വദേശി തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ജാതി വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു. കഴകം പ്രവർത്തിക്ക് നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. പോലീസുകാരനടക്കം ഇങ്ങോട്ട് കളക്ട്രേറ്റ് ജീവനക്കാർക്കടക്കം ഈ തരത്തിലുള്ള വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇനി കാണിക്കാൻ പറ്റും കളക്ട്രേറ്റ് ജീവനക്കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ സങ്കടകരമായ അദ്ദേഹത്തിന്റെ പങ്കുവെക്കലാണ് നമ്മൾ കാണുന്നത്. മുസ്ലിം കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയിത്തം നേരിടേണ്ടി വരികയും എന്റെ സുഹൃത്തിന് വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടോർത്ത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പ്രവാചകനെ, അങ്ങനെയാണ് നബി, എന്റെ മുത്ത് നബി മുസ്തഫ മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഫുള്ള് കണ്ടിരിക്കാൻ കഴിയില്ല, ഇത് തീർത്തതാണ്. കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട സാറ് രഞ്ജിത്ത് സാറ് ശരിക്കനകത്ത് കണ്ണു നിറഞ്ഞാണ് ഇത് പറയുന്നത്. കാരണം ഹാജർ പട്ടിക ഇവർ തൊടുന്നതിൻ്റെ പേരിൽ പ്രത്യേകം ഇവർക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന അത്രയും കടുത്ത വിവേചനം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരൻ ചോദിക്കുകയാണ്, ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു മുസൽമാൻ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾക്ക് മുസൽമാനോട് പല കാരണങ്ങളെ കൊണ്ട്, വർത്തമാനകാല സാഹചര്യം കൊണ്ടാണ്, വെറുപ്പും മറപ്പും വിദ്വേഷവും ഭീകരവാദി തീവ്രവാദിയൊക്കെ നിങ്ങൾ എഴുതി വിടുമ്പം ഒരിക്കൽ പോലും നിങ്ങളെ നോവിക്കാത്ത, നിങ്ങളെ വേദനിപ്പിക്കാത്ത, നിങ്ങളെ വിവേചനപരമായി നിങ്ങളോട് പെരുമാറാത്ത എത്ര മനുഷ്യരോടാണ് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് നിങ്ങൾ വെറുക്കേണ്ടി വന്നത്? സത്യത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചവരാരാ? അന്നും ഇന്നും ഈ നാട്ടിലെ ഹൈന്ദവർ ഉപദ്രവിച്ചവരാ? ചരിത്രം പോയി നിങ്ങളൊന്ന് പഠിക്കണം. നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് 19-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന ഭാസ്കരൻ മാഷിൻ്റെ പുസ്തകം നിങ്ങളുടെ അടുത്ത് വായിക്കണം. അതുമാത്രം നിങ്ങൾ വായിച്ചാൽ
നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട ഹൈന്ദവരെ ആരാണ് ദ്രോഹിച്ചത്.